മുമ്പൊരിക്കൽ നമ്മൾ ഖുറാനിലെ അത്ഭുതങ്ങൾ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലെ അത്ഭുതങ്ങൾ എന്നൊരു വീഡിയോ ചെയ്യുകയാണ്. ഭഗവത്ഗീത വെറുമൊരു മതഗ്രന്ഥം എന്നതിലുപരി ജീവിതത്തിൻ്റെ സകല മേഖലകളെയും സ്പർശിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വഴികാട്ടിയാണ്. നന്മ എവിടെയുണ്ടോ ആ നന്മയെല്ലാം സ്വീകരിക്കൽ ഒരു മനുഷ്യൻ്റെ ധർമ്മമാണ്. സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. ഗീതയിലെ ചില സവിശേഷമായ അത്ഭുതങ്ങൾ നമുക്ക് നോക്കിക്കാണുകയാണെങ്കിൽ, ആധുനിക മനഃശാസ്ത്രം രൂപപ്പെടുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിഷാദരോഗം, ഉത്കണ്ഠ, കർത്തവ്യബോധം എന്നിവയെക്കുറിച്ച് ഗീത കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അർജുനൻ്റെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങൾ ലോകത്തിലെ ആദ്യത്തെ കൗൺസിലിംഗ് സെഷനായി കണക്കാക്കപ്പെടുന്നു. ഗീത എഴുതപ്പെട്ട് ഒരു യുദ്ധക്കളത്തിലാണെങ്കിലും അതിലെ ആശയങ്ങൾ ഇന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പരിഹാരമാണ്. ഭയം, ദേഷ്യം, അമിതമായ ആഗ്രഹം എന്നിവയെ നിയന്ത്രിക്കാമെന്ന് അത് ലളിതമായി പറഞ്ഞു തരുന്നുണ്ട്. ആധുനിക ശാസ്ത്രത്തിലെ ചില കണ്ടെത്തലുകളുമായി ഗീതയിലെ വരികൾക്ക് അത്ഭുതകരമായിട്ടുള്ള സാമ്യമുണ്ട്. ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന സങ്കല്പം ഊർജ്ജ സംരക്ഷണ നിയമവുമായി സാമ്യമുള്ളതാണ്. കൃഷ്ണൻ അർജുനന് കാട്ടിക്കൊടുക്കുന്ന വിശ്വരൂപം പ്രപഞ്ചത്തിൻ്റെ അനന്തതയും വികാസത്തെയും കുറിച്ചുള്ള ആധുനിക കാഴ്ചപ്പാടുകളെ ഓർമ്മിക്കുന്നുണ്ട്. ഗീതയിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഭക്തർ കാണുന്നത് കൃഷ്ണൻ്റെ വിശ്വരൂപ ദർശനമാണ്. കോടിക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയരുന്ന പ്രഭയോടെ പ്രപഞ്ചം മുഴുവൻ തന്നിലാണെന്ന് കൃഷ്ണൻ തെളിയിക്കുന്ന 11-ാം അധ്യായം വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യുക എന്ന സിദ്ധാന്തം ഏതൊരു കാലഘട്ടത്തിലെയും വിജയത്തിന് ആവശ്യമായ പ്രധാന മന്ത്രമാണ്. സമ്മർദ്ദമില്ലാതെ എങ്ങനെ ജോലി ചെയ്യാമെന്നതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഫോർമുലയാണിത്. ആധുനിക ഭൗതികശാസ്ത്രം പറയുന്ന ടൈം റിലേറ്റിവിറ്റി എന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ചില പരാമർശങ്ങൾ ഗീതയിലുണ്ട്. ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്നത് മനുഷ്യരുടെ കോടിക്കണക്കിന് വർഷങ്ങളാണ് എന്ന് ഗീത വിശദീകരിക്കുന്നുണ്ട്. അധ്യായം 8 സമയമെന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല എന്ന ഈ പുരാതന നിരീക്ഷണം ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നത് ഗീതയിലെ വലിയൊരു അത്ഭുതമാണ്. സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളുടെ മിശ്രണമാണ് ഓരോ മനുഷ്യനുമെന്ന് ഗീത പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളിൽ പറയുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭൗതികശാസ്ത്രത്തിലെ ബിഗ് ബാങ് തിയറിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പ്രപഞ്ചം കൃഷ്ണനിൽ നിന്ന് ഉത്ഭവിക്കുകയും പ്രളയകാലത്ത് തിരികെ അവനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു എന്ന് ഗീത പറയുന്നു. ഊർജവും പദാർത്ഥവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. മരണത്തെക്കുറിച്ച് ഗീത നൽകുന്ന നിർവചനം വളരെ ലളിതവും എന്നാൽ അഗാധവുമാണ്. പഴയ വസ്ത്രം മാറി പുതിയത് ധരിക്കുന്ന പോലെയാണ് ആത്മാവ് ശരീരം മാറുന്നത് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഇത് മരണത്തോടുള്ള ഭയം ഇല്ലാതാക്കാനും ജീവിതത്തെ പോസിറ്റീവായി കാണാനും സഹായിക്കുന്ന ഒരു വലിയ മനഃശാസ്ത്രപരമായിട്ടുള്ള അത്ഭുതമാണ്. സുഖത്തിലും ദുഃഖത്തിലും ജയത്തിലും പരാജയത്തിലും ഒരുപോലെ ഇരിക്കാൻ പഠിപ്പിക്കുന്ന നിർഗുണമായ അവസ്ഥ എന്ന സങ്കല്പം ഗീതയിലെ വലിയൊരു അത്ഭുതമാണ്. വൈകാരിക ബുദ്ധി വളർത്താൻ ഇതിലും വലിയൊരു പാഠം വേറെയില്ല. ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനത്തിൽ ഒരേ സമയം അനേകം ലോകങ്ങളും സൂര്യന്മാരും കൃഷ്ണന്റെ ശരീരത്തിൽ അർജുനൻ കാണുന്നുണ്ട്. മൾട്ടിവേഴ്സ് എന്ന സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്നു. ഒരു ചെറിയ കണികയിൽ പോലും പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന ഈ ദർശനം ശാസ്ത്രീയമായി വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഭക്ഷണം കേവലം വിശപ്പടക്കാനുള്ളതല്ല, മറിച്ച് അത് നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും സ്വാധീനിക്കുമെന്ന് ഗീത 17-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. സാത്വിക ഭക്ഷണം ആയുസ്സും ബുദ്ധിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. രാജസ ഭക്ഷണം ദുഃഖവും രോഗവും നൽകുന്നു. താമസ ഭക്ഷണം അലസതയും അജ്ഞതയും ഉണ്ടാക്കുന്നു. ഭക്ഷണക്രമം എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ പുരാതന നിരീക്ഷണം അത്ഭുതകരമാണ്. പ്രകൃതിയിലെ സകല ചരാചരങ്ങളിലും ഒരു നിശ്ചിത ക്രമമുണ്ടെന്ന് ഗീത സൂചിപ്പിക്കുന്നു. പുഷ്പങ്ങളിലും ഇലകളിലും കടൽ തീരകളിലും കാണപ്പെടുന്ന ഗണിതശാസ്ത്രപരമായിട്ടുള്ള കൃത്യതയെ ദൈവികമായ ക്രമം എന്ന രീതിയിൽ ഗീതയിലെ ദർശനങ്ങൾ ശരിവെക്കുന്നുണ്ട്. പ്രകൃതിയിലെ ജ്യാമിതീയ കൃത്യത പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലെ അത്ഭുതമായി ഗീത കാണുന്നു. ശരീരം നശിച്ചാലും ബോധം നശിക്കുന്നില്ല എന്ന് ഗീത അടിവരയിട്ട് പറയുന്നു. ഇത് ആധുനിക ശാസ്ത്രത്തിലെ ക്വാണ്ടം ഫിസിക്സ് ചർച്ച ചെയ്യുന്ന ബോധത്തിൻ്റെ അനശ്വരത എന്ന ആശയവുമായി സംവദിക്കുന്ന ഒന്നാണ്. മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് ഊർജത്തിൻ്റെ മറ്റൊരു രൂപത്തിലേക്കുള്ള മാറ്റമാണെന്ന് ഗീത പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും ശത്രുവും താൻ തന്നെയാണെന്ന് ഗീത 6-ാം അധ്യായത്തിൽ പറയുന്നു. മനസ്സിനെ കീഴടക്കിയവന് മനസ്സ് സുഹൃത്തും അല്ലാത്തവന് അത് ഏറ്റവും വലിയ ശത്രുവുമാണ്. മനഃശാസ്ത്രത്തിലെ സെൽഫ് ഡിസിപ്ലിൻ എന്ന ആശയത്തെ ഇതിലും മനോഹരമായി ആർക്ക് ലളിതമായി അവതരിപ്പിക്കാൻ കഴിയില്ല. ഗീതയുടെ ആഴങ്ങളിലേക്ക് പോകുന്തോറും അതിശയിപ്പിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. ശാസ്ത്രവും ദർശനവും കൈകോർക്കുന്ന അത്ഭുതങ്ങൾ കൂടി നമുക്ക് നോക്കാം.
ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ശരീരത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗീത ബോധത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പുല്ലായിട്ടും പുഴുവായും മൃഗമായും ജന്മങ്ങൾ കടന്ന് മനുഷ്യരൂപത്തിലെത്തുന്ന ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ച് ഗീത സൂചനകൾ നൽകുന്നു. ബോധം കൂടുതൽ തെളിച്ചമുള്ളതാകുന്ന പ്രക്രിയയാണ് യഥാർത്ഥ പരിണാമമെന്ന് ഗീത പഠിപ്പിക്കുന്നു. ദൈവിക ചൈതന്യം അണുവിനേക്കാൾ ചെറുതും എന്നാൽ പ്രപഞ്ചത്തേക്കാൾ വലുതുമാണെന്ന് ഗീത പറയുന്നു. ആധുനിക സബ് അറ്റോമിക് ഫിസിക്സിലെ കണികകളുടെ സ്വഭാവം ബ്രഹ്മാണ്ടത്തിൻ്റെ വ്യാപ്തിയും ഒരുപോലെ ഇതിൽ പ്രതിപാദിക്കുന്നു. ഏറ്റവും ചെറിയ കണികയിലും വലിയ പ്രപഞ്ചത്തിലും ഒരേ നിയമം തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന കണ്ടെത്തൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. യുദ്ധക്കളത്തിൽ വെച്ച് വെറും 45 മിനിറ്റുകൾ കൊണ്ടാണ് കൃഷ്ണൻ ഗീത ഉപദേശിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇത്രയും വലിയൊരു തത്വചിന്ത ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ പറഞ്ഞു തീർത്തു എന്നത് ഒരു അത്ഭുതമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ചിന്തകളുടെ വേഗതയും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മീയമായ സംവേദനത്തെയുമാണ്. പ്രപഞ്ചം ഒരു യന്ത്രം പോലെ കൃത്യമായ നിയമങ്ങളാൽ പ്രവർത്തിക്കുന്നുവെന്ന് ഗീത പറയുന്നു. ഈ സംവിധാനം സ്വയം നിയന്ത്രിക്കപ്പെടുന്നതാണ്. പ്രകൃതിയുടെ ഈ ചക്രം, സൈക്കിൾ ഓഫ് നാച്ചർ, തെറ്റാതിരിക്കാൻ ഓരോരുത്തരും അവരുടെ കടമകൾ ചെയ്യണമെന്ന് ഗീത നിഷ്കർഷിക്കുന്നു. ഇന്നത്തെ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ആശയങ്ങളുമായി ഇതിന് വലിയ സാമ്യമുണ്ട്. ഒന്നിനോടും അമിതമായ ആസക്തിയില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഗീത സംസാരിക്കുന്നു. പരാജയപ്പെടുമോ എന്ന പേടി ഒഴിവാക്കി ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഗീത പഠിപ്പിക്കുന്നു. ഇത് ഇന്നത്തെ കാലത്തെ ബേൺ ഔട്ട് ഒഴിവാക്കാനും സമാധാനത്തോടെ ജീവിക്കാനും സഹായിക്കുന്ന വലിയൊരു ലൈഫ് ഹാക്കാണ്. ഭഗവത്ഗീതയിലെ അറിവിൻ്റെ ആഴം അളക്കാനാവാത്തതാണ്. ചിന്തിക്കും തോറും അത്ഭുതം തോന്നുന്ന 10 കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആധുനിക ഭൗതിക ശാസ്ത്രം പദാർത്ഥത്തെയും ഊർജ്ജത്തെയും വേർതിരിച്ച് കാണുമ്പോൾ അവ രണ്ടും ഒരേ ചൈതന്യത്തിൻ്റെ 2 ഭാവങ്ങൾ മാത്രമാണെന്ന് ഗീത 13-ാം അധ്യായത്തിൽ പറയുന്നു. അറിവ്, ഊർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധം ഐൻസ്റ്റീൻ്റെ E=mc² എന്ന സമവാക്യത്തിൻ്റെ ആത്മീയമായ മറ്റൊരു തലമായി കണക്കാക്കാൻ സാധിക്കും. ഒന്നിനോടും ഒട്ടി നിൽക്കാതെ എന്നാൽ എല്ലാ ഉത്തരവാദിത്തത്തോടെയും ചെയ്യുക എന്ന തത്വം ഒരു വലിയ അത്ഭുതമാണ്. താമരയിലയിലെ വെള്ളം പോലെ ലോകത്ത് ജീവിക്കാൻ ഗീത പഠിപ്പിക്കുന്നു. ഇത് ഇന്നത്തെ കാലത്തെ സ്ട്രെസ് മാനേജ്മെൻറ്റിനുള്ള ഏറ്റവും വലിയ മരുന്നാണ്. പ്രപഞ്ചത്തിന് തുടക്കവും ഒടുക്കവുമില്ലെന്നും അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്നും ഗീത പറയുന്നു. ഇന്നത്തെ ഓസിലേറ്റിംഗ് യൂണിവേഴ്സ് തിയറിയുമായി ഇതിന് അത്ഭുതകരമായ സാമ്യമുണ്ട്. മനോനിയന്ത്രണത്തിൻ്റെ തന്ത്രങ്ങൾ. മനസ്സിനെ വായുവിനെ പോലെ പിടിച്ചു നിർത്താൻ പ്രയാസമാണെന്ന് അർജുനൻ പറയുമ്പോൾ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അതിനെ കീഴടക്കാമെന്ന് കൃഷ്ണൻ മറുപടി നൽകുന്നുണ്ട്. ആവർത്തനത്തിലൂടെയും താല്പര്യമില്ലായ്മയിലൂടെയും ശീലങ്ങളെ മാറ്റിയെടുക്കാമെന്ന ഈ മനഃശാസ്ത്ര സത്യം അതിശയകരമാണ്. ഒരാളുടെ സ്വഭാവം അയാളുടെ പൂർവ്വകർമ്മങ്ങളാലും പ്രകൃതിദത്തമായ ഗുണങ്ങളാലും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗീത പറയുന്നു. നമ്മുടെ DNA-യിൽ പതിഞ്ഞു കിടക്കുന്ന വിവരങ്ങൾ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്നതിനോട് ഇത് ചേർന്ന് നിൽക്കുന്നു. ധ്യാനത്തിലൂടെ മനസ്സിനെ നിശ്ചലമാക്കുന്ന അവസ്ഥയെക്കുറിച്ചും ഗീത വിവരിക്കുന്നുണ്ട്. ഇന്ന് ശാസ്ത്രം ഈ അവസ്ഥയെ ഗാമ ബ്രെയിൻ വേവ്സ് എന്നും മറ്റും വിളിക്കുന്നു. കഠിനമായ സാഹചര്യങ്ങളിൽ മനസ്സിനെ ശാന്തം വയ്ക്കാൻ സാധിക്കുമെന്നത് മനുഷ്യശേഷിയുടെ വലിയൊരു അത്ഭുതമാണ്. ഓരോ പ്രവൃത്തിക്കും കൃത്യമായ ഫലമുണ്ടെന്ന ഗീതയിലെ കർമ്മസിദ്ധാന്തം ശാസ്ത്രത്തിലെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ നിയമത്തിന് തുല്യമാണ്. നാം ചെയ്യുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്നുവെന്നും അത് നമ്മിലേക്ക് തന്നെ തിരികെ എത്തുമെന്നും ഗീത ഓർമ്മിപ്പിക്കുന്നു. യജ്ഞത്തിലൂടെ മഴയുണ്ടാകുന്നുവെന്നും മഴയിലൂടെ അന്നമുണ്ടാകുന്നുവെന്നും ഗീത പറയുന്നതിൽ ഒരു വലിയ പരിസ്ഥിതി ചക്രമുണ്ട്. പ്രകൃതിയിലെ ഓരോ ഘടകവും പരസ്പരം ബന്ധിതമാണെന്നും ഒന്നിനെ നശിപ്പിക്കുന്നത് മൊത്തം സിസ്റ്റത്തെ ബാധിക്കുമെന്നും ഗീത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും സത്യസന്ധവും ഹിതകരവുമായ സംസാരത്തെ വാക്കിൻ്റെ തപസ് എന്ന് ഗീത വിശേഷിപ്പിക്കുന്നു. ആശയവിനിമയം എങ്ങനെ ഒരു കലയാക്കി മാറ്റാം എന്നതിൻ്റെ അത്ഭുതകരമായ പാഠമാണിത്. മരണസമയത്ത് ഒരാൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അതിലേക്ക് അയാൾ ലയിക്കുന്നു എന്ന് ഗീത പറയുന്നു. ഇത് ബോധ മനസ്സിൻ്റെ ശക്തിയെയും അവസാന നിമിഷം പോസിറ്റീവ് ആയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമാകാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.